പണ്ടുകാലത്ത് തൊടുന്നതെല്ലാം സ്വർണ്ണമാക്കി മാറ്റുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവൻ തൊടുന്ന പൂക്കൾ വരെ സ്വർണ്ണമായി മാറുകയാണ്. അങ്ങനെ അഹങ്കാരം കൊണ്ട് ആർത്തിമൂത്ത ആ രാജാവാകട്ടെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. താൻ ഇനിയും തൊടുന്നതെല്ലാം എത്രയും പെട്ടെന്ന് സ്വർണ്ണമാക്കി തരാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ പെട്ടെന്നൊരു ഭൂതം പ്രത്യക്ഷമാവുകയും നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നിന്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും എനിക്ക് തരണമെന്നും പറയുന്നു. അങ്ങനെ അവൻ അതെല്ലാം കൊടുത്ത് ആ വരം ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകാനുള്ള ആഗ്രഹം കൊണ്ട് ആ മനുഷ്യൻ ഓരോന്നിലും തൊടുകയാണ്. അങ്ങനെ ആദ്യമായി തന്റെ കൂടെ ഉണ്ടായിരുന്ന പൂച്ചയെ തൊടാനായിട്ട് പോകും. പൂച്ചയാകട്ടെ ജീവനും കൊണ്ടോടി ഒരു മരത്തിൽ കയറി ഒളിക്കുകയാണ്. മരത്തിൽ പിടിച്ച സമയത്താകട്ടെ ആ മരം ഉൾപ്പെടെ എല്ലാം സ്വർണ്ണമായി മാറുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് തുടയ്ക്കാനുള്ള തുണി വരെ സ്വർണ്ണമാവുകയാണ്. അവൻ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം സ്വർണ്ണമായി മാറുന്നു. അങ്ങനെ ആ രാജാവാകട്ടെ സൂപ്പർ പവർ വേണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഭൂതം പ്രത്യക്ഷപ്പെട്ട് സമ്പാദ്യം മുഴുവൻ തരാൻ പറയുകയാണ്. വിഷമത്തോടു കൂടി അതും കൊടുക്കുന്നു. അങ്ങനെ അവന്റെ സമ്പാദ്യങ്ങളെല്ലാം പോയി പിച്ചച്ചട്ടിയായിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ഒരു ബർഗർ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ പേടിച്ചാണ് അദ്ദേഹം ആ ബർഗറിൽ തൊട്ടത്. പക്ഷെ അത് സ്വർണ്ണമാവാതെ അവൻ അത് കഴിക്കാൻ പറ്റുകയാണ്. ഇവിടെ പണത്തിനല്ല പ്രാധാന്യം, വിശപ്പിനാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ്.